Sabaki Namaskaram. All the dignitaries on stage and all the great personalities who are present here. ഇന്നത്തെ ഒരു സംഭവം, ഒരു ചടങ്ങെന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഒരു സംഭവമാണ്. കാരണം മോത്തി കമാൽ മുഹമ്മദ് ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ്. ഞാന്, മോത്തി, സൂര്യ, ദാമോദരൻ സാർ നമ്മുടെ ടീച്ചറായിരുന്നു മാത്സിന്റെ. ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചിരുന്നു. അന്നത്തെ സമയത്ത് നമ്മളൊക്കെ ഒരു പേഴ്സണാലിറ്റി ഒന്നും ഡെവലപ്പ് ചെയ്യാത്ത കുട്ടികളാണ്. 14-15 വയസ്സ്, 13-14. അത് കഴിഞ്ഞ് ഓരോരുത്തർ അവരവരുടെ വഴിയിൽ പോയി. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്, നമ്മളെല്ലാവരും ഓരോ സ്റ്റോറീസാണ്, കഥകളാണ്. നമുക്കെല്ലാവർക്കും ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രത്തിന് ലോകത്തിന് പ്രസക്തി ഉണ്ടോന്നറിയില്ല. ചിലപ്പോൾ ലോകത്തിന് അതിൽ വലിയ കാര്യം ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് നമ്മുടെ ചരിത്രം വളരെ പ്രസക്തമാണ്. നമ്മുടെ കഥയും നമുക്ക് പ്രസക്തമാണ്. അത് പൊതുജനങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ എത്രത്തോളം പ്രസക്തി ഉണ്ടാവും എന്നുള്ള കാര്യം പറയാൻ പറ്റില്ല. പക്ഷെ അത് നമ്മൾ പറയുമ്പോൾ ചില ആൾക്കാർക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഉൾക്കൊള്ളാൻ പറ്റും. എല്ലാവരും വായിക്കണം എന്നില്ല, എല്ലാവരും അംഗീകരിക്കണം എന്നില്ല. ഒരുപാട് പേർക്ക് അഭിപ്രായം ഉണ്ടാവും, ഒരുപാട് പേർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ നമ്മുടെ കടമ എന്നുള്ളത് നമ്മൾ പറയുക എന്നുള്ളതാണ്. പിന്നെ മോത്തിയുടെ എസ്പെഷ്യലി ഈ പുസ്തകത്തിന്റെ പ്രകാശന സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, നമ്മളെല്ലാവരും നമ്മുടേതായിട്ടുള്ള ഒരു സ്ട്രഗിൾ, ഒരു യുദ്ധം പയറ്റി കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. വി ഓൾ ഹാവ് അവർ സ്ട്രഗിൾസ്, വി ഓൾ ഹാവ് അവർ ടൈംസ്, ഗുഡ് ടൈംസ്, ബാഡ് ടൈംസ്, സ്ട്രഗിൾസ്. ഇതെല്ലാം സർവൈവ് ചെയ്തിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് മനുഷ്യർ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളും അങ്ങനെയാണ്. ഓരോ ദിവസവും സർവൈവലാണ്. ഇന്നത്തെ ദിവസം സർവൈവ് ചെയ്തു, പിറ്റത്തെ ദിവസം സർവൈവ് ചെയ്തു, അങ്ങനെയാണ്. ആ സർവൈവലിന്റെ ഇടയ്ക്ക് നമുക്ക് ചിലപ്പോ ലോകത്തിനെ മുഴുവൻ സെർവ് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ ലോകം, സൊസൈറ്റി നമ്മളെ കാണുന്നത് ഒരു എക്സ്പെക്ടേഷനോട് കൂടിയാണ്. ഇന്ന ആൾക്കാർ ഇന്ന പോലെ പ്രവർത്തിക്കണം സ്ഥിരമായിട്ട്. പലപ്പോഴും പറ്റില്ല അത്. അപ്പൊ എന്ത് ചെയ്യും? അതെന്ന് വെച്ചാൽ ലോകം ജഡ്ജ് ചെയ്യും. ദ വേൾഡ് ജഡ്ജസ് യു ടു മച്ച് ആൻഡ് ഓൾസോ ലുക്സ് അറ്റ് യു വിത്ത് എ prejudiced eyes. They say, oh, this person is not good or not. ഈസിലി ബ്രാൻഡ് ചെയ്യപ്പെടും നമ്മള്. അപ്പൊ അത് പറഞ്ഞെന്താ വെച്ചാൽ ഓരോ ദിവസവും സർവൈവലാണ്. മോത്തിയുടെ ഈ പുസ്തകത്തിന്റെ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാല്, സ്റ്റോറി ഓഫ് ഹിസ് സർവൈവൽ അപ് ടു നൗ. എത്ര പേര് കൂടെ നിന്നിട്ടുണ്ട്, എത്ര പേര് അംഗീകരിച്ചിട്ടുണ്ട്, എത്ര പേര് സ്ഥിരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയായിട്ട് നിൽക്കും. പലരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് അവർക്ക് സൗകര്യമുള്ളപ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു സന്ദർഭത്തിൽ മാത്രമാണ്. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോ അവരുടെ കഴിവുകളായിരിക്കും, അവർക്ക് കഴിവില്ലാതായിരിക്കും, പല പല റീസൺസ് ഉണ്ടാവും. നമ്മൾ അവരെ കുറ്റം പറയുന്നതിൽ കാര്യമില്ല. പിന്നെ ഒരു കാര്യം എപ്പോഴും ആലോചിക്കണം, ദിസ് ഇസ് എൻ ഇൻഡിവിജ്വൽ ലൈഫ്. നമ്മുടെ സ്വന്തമായിട്ടുള്ള ജീവിതമാണിത്. ഈ ജീവിതത്തില് ഇതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റിയും ഫുൾ എക്സ്പീരിയൻസും നമുക്ക് മാത്രമാണ്. മറ്റുള്ള ആൾക്കാരെല്ലാവരും കോംപ്ലിമെന്റ് ചെയ്യുന്നേ ഉള്ളൂ. ബന്ധുക്കളായാലും ഫ്രണ്ട്സ്, സുഹൃത്തുക്കളായാലും എന്തായാലും കോംപ്ലിമെന്ററി ഇഫക്റ്റേ ഉള്ളൂ. അവരൊക്കെ നമ്മളെ കോംപ്ലിമെന്റ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പൊ ഒരു കാരണവശാലും നമുക്ക് തോന്നരുത് ഇത് എല്ലാവരുടെയും കൂടെ ഒരു കൊളാബറേറ്റീവ് എഫേർട്ടാണ്. കൊളാബറേറ്റീവ് എഫേർട്ടാണ് ഒരു പരിധി വരെ. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ ഇറ്റ്സ് യുവർ ബർത്ത്, യുവർ ഡെത്ത്, യുവർ എക്സ്പീരിയൻസ്. നമുക്ക് ഇതിന്റെ ഈ ബൗണ്ടറിക്കകത്ത് നിന്നിട്ടാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും. അപ്പോ ഈ പുസ്തകത്തിന്റെ പ്രകാശന സമയത്ത് നമ്മളെല്ലാവരും ഒത്തുകൂടിയതില് എനിക്ക് തോന്നുന്നു ഇത് ഒരു ഗ്രാൻഡ് കൊളാബറേഷൻ എന്നുള്ളൊരു ഫീലിംഗ് ആണുള്ളത് എനിക്ക്. കാരണം നമ്മൾ എന്തിനോ ഒക്കെ എവിടുന്നൊക്കെ വന്ന് എന്തിനോ ഒക്കെ നടന്ന് ഇവിടെ എല്ലാവരും ചേർന്നു ഈ സമയത്ത്. നേരത്തെ റോബിൻജി പറഞ്ഞ പോലെ ഓരോ ആൾക്കാരും അവരവരുടെ ലെവലില് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അവരൊരു വ്യക്തിപരമായിട്ട് അവർ ഓരോരുത്തരും ഓരോ ലെവലില് വളരെ പ്രസക്തിയുള്ള ആൾക്കാരാണ് സൊസൈറ്റിയിൽ. ഇത്രയും പ്രസക്തിയുള്ള ആൾക്കാര് ഈ സൊസൈറ്റിയിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാര് അവരവരുടെ ലെവലില് എല്ലാവരും ഇവിടെ ഒത്തുചേർന്നിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് ടു അപ്രീഷിയേറ്റ് ദ സ്റ്റോറി ഓഫ് എ സർവൈവൽ ഓഫ് എ മാൻ. നമുക്ക് പലപ്പോഴും ജീവിച്ചിരിക്കുന്ന സമയത്ത് കിട്ടാത്ത അപ്രീസിയേഷൻ മരിച്ചതിന് ശേഷം കിട്ടുക. എല്ലാ ആൾക്കാർ പറയാറുണ്ട്, ഇറ്റ് ടേക്സ് ദ പോസ്റ്റെറിറ്റി
to recognize a celebrity or an important person. സെലിബ്രിറ്റി അല്ലെങ്കിൽ തന്നെ ഒരു ഇമ്പോർട്ടന്റ് പേഴ്സൺ. റെലവൻസ് നമ്മൾ അറിയുന്ന നമ്മുടെ കണ്ടംപററീസ് ചിലപ്പോൾ അറിയില്ല. നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് ചിലപ്പോൾ കാണാൻ പറ്റില്ല, അറിയാൻ പറ്റില്ല, മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ അടുത്ത ജനറേഷൻ വരുമ്പോഴേക്കും അവർക്ക് അറിയാൻ പറ്റും, ഹി വാസ് എ ട്രെൻഡ് സെറ്റർ, ഹി വാസ് ഇമ്പോർട്ടന്റ്, ഹി മെയ്ഡ് ഹിസ് വേസ് ഓർ ഹി സെറ്റ് ട്രെൻഡ്സ്. അതറിയണമെങ്കിൽ പലപ്പോഴും നെക്സ്റ്റ് ജനറേഷൻ വേണം, അടുത്ത ജനറേഷനെ അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പലപ്പോഴും ഓരോ വലിയ ട്രാജഡീസ് കഴിഞ്ഞിട്ട് വരുമ്പോ ആ ആൾക്കാരൊക്കെ ഗ്ലോറിഫൈ ചെയ്യപ്പെടും. ആ ട്രാജഡി എന്തുകൊണ്ട് നടന്നു വെച്ചാല് ആ സൊസൈറ്റിക്ക് ആ വ്യക്തിയെ ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അത് പലപ്പോഴും നമ്മുടെ ലിവിങ് സൊസൈറ്റി നമ്മളെ ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് പേരെ മീറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ പല സ്ഥലത്തായിട്ട്, പല രാജ്യത്തായിട്ട്. അതിൽ ഒരുപാട് പേര് നല്ല സുഹൃത്തുക്കളാണ്, പക്ഷെ അവര് നമ്മുടെ ജേർണിയിലോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലോ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവില്ല. ഇതേപോലെ തന്നെ നമുക്കും അവരുടെ ലൈഫിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. വേണമെങ്കിൽ പോലും അത് നമ്മുടെ കുറ്റമല്ല, നമ്മൾ അങ്ങനെ വേണ്ടാന്ന് വെച്ചിട്ടുമല്ല, പക്ഷെ നമുക്ക് ചിലപ്പോൾ അത് ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റാതെ വരും. ലൈഫ് അങ്ങനെയാണ്. ഇറ്റ്സ് എൻ ഇൻഡിവിജ്വൽ ജേർണി ആൻഡ് ഓൾസോ ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ്. ആകെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്നത് കുറച്ച് അനുഭവങ്ങൾ മാത്രമാണ്. ആകെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് നമ്മുടെ ഉള്ളിൽ സമ്പത്തായിട്ടുള്ളത് ഓർമ്മകളാണ്. നല്ല അനുഭവങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് വലിയ ഭാഗ്യമാണ്, ദൈവാനുഗ്രഹമാണ്. നല്ല ഓർമ്മകൾ ഉണ്ടാവുക എന്നുള്ളത് ഈ ജീവിതത്തിലെ ഏറ്റവും നല്ല സമ്പാദ്യമാണ്. ആകെ നമ്മുടെ അടുത്ത് അതേ ഉള്ളൂ. ബാക്കി എന്തൊക്കെ ഇവിടെ നേടിയോ അതെല്ലാം ഇവിടെ ഇട്ടിട്ട് പോകണം. ഒന്നും നമ്മൾ കൊണ്ടുവന്നിട്ടില്ല. നമ്മൾ ഇന്ന് എന്താണോ ഈ ലോകത്ത്, ഇതെല്ലാം വന്നു ചേർന്നിട്ടുള്ള കാര്യങ്ങളാണ്. ബന്ധുക്കളാണെങ്കിലും മെറ്റീരിയൽസ് ആണെങ്കിലും പൊസിഷൻ ആണെങ്കിലും ലോകത്ത് നമ്മൾ എന്തൊക്കെയാണോ ഇതെല്ലാം വന്നു ചേർന്നതാണ്. ഇതെല്ലാം ഇവിടെ തന്നെ ഇട്ടിട്ട് പോവുകയും ചെയ്യും. പക്ഷെ നമ്മളെ കൊണ്ടുപോകുന്ന ഒരു കാര്യമുള്ളത് ഓർമ്മകൾ മാത്രമാണ്. അത് നല്ല മെമ്മറീസ് ആണെങ്കിൽ നമുക്ക് ഒരു കണ്ടന്റഡ്, ഒരു ഫുൾഫിൽഡ് ജീവിതം ഉണ്ടാവും. അതേ സമയത്ത് ഉള്ള സമയത്ത് നമ്മൾ വ്യക്തി വൈരാഗ്യങ്ങളും ഡിഫറൻസസും മറ്റുള്ള കാര്യങ്ങളും വെച്ച് പുലർത്തുകയാണെങ്കിൽ വളരെ ഹെവി ആയിരിക്കും, വളരെ വെയിറ്റ് ഉണ്ടാവും ജീവിതത്തിൽ. അപ്പൊ അതിൽ ഒരു കാര്യമുണ്ട്, ഫോർഗീവ് ആൻഡ് ഫോർഗെറ്റ്. ആർക്ക് വേണ്ടിയിട്ട്? നമുക്ക് വേണ്ടി തന്നെ. കീപ് ഫോർഗീവിങ് ആൻഡ് ഫോർഗെറ്റിംഗ്. എല്ലാ കാര്യങ്ങളും നമ്മൾ അതേ സമയത്ത് ആ സമയത്ത് തന്നെ ഇട്ടിട്ട് അവിടെ നിന്ന് മുമ്പിലേക്ക് പോകണം. അപ്പൊ എപ്പോഴും നമ്മൾ എം ടി ആയിട്ട് നിൽക്കണം. ഉള്ളില് എം ടി ആയിരിക്കും. അങ്ങനെ എം ടി ആയി നിൽക്കുന്ന സമയത്ത് ആരോടും വെറുപ്പില്ലാതെ ഒരു കമ്പാരിസൺ ഇല്ല, കോമ്പറ്റീഷൻ ഇല്ല, ഇമിറ്റേഷൻ ഇല്ല, ഒരു കാര്യമില്ല. കംപ്ലീറ്റ്ലി എം ടി. ആ ഒരു സ്റ്റേറ്റില് നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു നല്ല അനുഭവമായിരിക്കും ജീവിതം. അങ്ങനെ ഒരു ജീവിതം ഭാവിയിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഈ പുസ്തകം ഒരുപാട് പേരുടെ കയ്യിൽ എത്തട്ടെ എന്നും ഇനിയും കൂടുതൽ കമാൽ മുഹമ്മദിന് എഴുതാൻ സാധിക്കട്ടെ എന്നും, അത് മാത്രമല്ല അത് എഴുതുന്ന കാര്യങ്ങള് അദ്ദേഹത്തിന് തന്നെ വളരെയധികം ഫുൾഫില്ലിംഗ് ആവട്ടെ എന്നും ഞാൻ ആശംസിക്കുന്നു. പിന്നെ എഴുതുന്നതിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് സെറ്റിംഗ് തിങ്സ് റൈറ്റ് എന്നുണ്ട്. ബാക്കി നമ്മുടെ ലോകത്ത് കാണുന്ന മുഴുവൻ അസംഷനാണ്. നമ്മൾ എന്താണ് സത്യം, നമ്മൾ എന്താണ് അനുഭവിച്ചത് നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ, അത് ആ സമയത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ, ബാക്കി മുഴുവൻ ലോകത്ത് കാണുന്നത് ഓരോ ആൾക്കാരുടെ അഭിപ്രായമാണ്. നമ്മൾ ഈ ലോകത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന അഭിപ്രായങ്ങളാണ്. ഇപ്പൊ ഈവൻ മീഡിയ ഒക്കെ നോക്കിക്കഴിഞ്ഞാല് നമ്മൾ ആൾക്കാരെ ചീത്ത വിളിക്കുന്നതൊക്കെ അവരവരുടെ അഭിപ്രായം പറയുന്നതിന്റെ എഗൻസ്റ്റ് പോയിട്ടാണ്. ലോകത്ത് ആർക്ക് വേണമെങ്കിൽ അഭിപ്രായം പറയാം. ആ അഭിപ്രായത്തിന്റെ വാലിഡിറ്റി നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ മാത്രമാണ്. ഇപ്പൊ ഞാനൊരു കാര്യം വേറൊരു വ്യക്തിയെ പറ്റി പറഞ്ഞാല് ആ വ്യക്തി അത് ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ അത് എന്റെ അടുത്ത് തന്നെ ഇരിക്കും. അപ്പൊ നമുക്ക് തീരുമാനിക്കാം നമ്മൾ എന്ത് ഉൾക്കൊള്ളണം എന്ന്. ലോകത്തിന് എല്ലാവർക്കും അഭിപ്രായമുണ്ട്. 8 ബില്യൺ ആൾക്കാരുണ്ട്, അവർക്കൊക്കെ അഭിപ്രായങ്ങളുണ്ട്. അവരൊക്കെ അവരുടേതായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്, ക്യാരക്ടറാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അവർക്കൊക്കെ അഭിപ്രായമുണ്ട്. അത് പക്ഷെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. നമുക്ക് അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. അതൊക്കെ പല കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ എത്രയോ സമയം വേസ്റ്റ് ചെയ്യുന്നത് ഈ ആളുകളുടെ അഭിപ്രായം ഡിസെക്ട് ചെയ്തും അതിനെ കുറിച്ച് സംസാരിച്ചിട്ടുമാണ്. അത് പ്യൂർലി വേസ്റ്റ് ഓഫ് ടൈമാണ്. നമ്മുടെ നല്ല എക്സ്പീരിയൻസിനെ ഇല്ലാണ്ടാക്കും. അതേപോലെ തന്നെ നമ്മളൊരു കാര്യം അനുഭവിച്ചത് അതേപോലെ എഴുതി വെച്ചു കഴിഞ്ഞാല് പിന്നീട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, എന്റെ അനുഭവം ഇതായിരുന്നു. കാരണം പലപ്പോഴും നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞ് പിന്നീട് അത് ചിന്തിക്കുമ്പോൾ നമുക്ക് ചിലപ്പോ അത് വേറെ വല്ല ഫീലിംഗ് ആയിരിക്കും. ഒരു നല്ല അനുഭവം കുറച്ച് ചിന്ത കഴിയുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാക്കുകൾ കഴിയുമ്പോൾ പിന്നെ കിട്ടുന്നത് വളരെ മോശമായിട്ടായിരിക്കും. നമ്മൾ കേട്ടിട്ടില്ലേ, ഒരു കറുത്ത കാക്ക വെളുത്ത കാക്കയാവാൻ അധികം സമയമെടുക്കില്ല എന്ന്. 10 പേരുടെ ചെവി കൂടെ പോയാൽ മതി. അതേപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. അപ്പൊ എപ്പോഴും നമ്മൾ ഒരു സത്യമായിട്ട് അറിയുന്നില്ല, ഒപ്പീനിയൻസ് വഴിയാണ് അറിയുന്നത്. മറ്റുള്ളവരുടെ അഭിപ്രായം വഴിയും
അതേപോലെ മറ്റുള്ളവരുടെ അഭിപ്രായം നമ്മൾ ഉൾക്കൊണ്ടിട്ട് അത് ശരിയാന്ന് തോന്നുമ്പോൾ നമ്മൾ തന്നെ ഉള്ളിൽ കണ്ടാമിനേറ്റഡ് ആവും. അതിനൊരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ, നമ്മളെ തന്നെ അംഗീകരിക്കുക. നമുക്ക് മാത്രമേ നമ്മളെ അറിയാൻ പറ്റുള്ളൂ. മറ്റുള്ളവർക്കൊക്കെ നമ്മളെ കാണുന്ന പോലെ പെർസീവ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ലോകത്ത് പറയുന്ന പോലെ. എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല ഞാൻ എന്തെങ്കിലും വലിയ കാര്യങ്ങൾ ലോകത്ത് ചെയ്യുന്നുണ്ടെന്ന്. അങ്ങനെ നമ്മളെല്ലാവരും നമുക്ക് നമ്മുടെ റേഞ്ചിൽ അല്ലെങ്കിൽ നമ്മുടെ ഫീൽഡിൽ നിന്ന് ചെയ്യാവുന്ന ചെയ്യുന്നേ ഉള്ളൂ. അതിൽ വലുപ്പം ചെറുപ്പം എന്നൊന്നും പറയാൻ പറ്റില്ല. എല്ലാവരുടെ പ്രവൃത്തിയിലും പ്രസക്തിയുണ്ട്, അവരുടേതായിട്ടുള്ള ലോകത്ത് പ്രസക്തിയുണ്ട്, ഓരോ വ്യക്തികൾക്കും പ്രസക്തിയുണ്ട്, അവർക്ക് സ്പേസ് ഉണ്ട്, അവർക്ക് റെലവൻസും ഉണ്ട്. അത് ഒരു കാരണവശാലും ആർക്കും മാറ്റാൻ പറ്റില്ല. വേറൊരാളുടെ പോലെ ഇതാവണം എന്ന് പറയുന്നത് തെറ്റാണ്, അങ്ങനെ സംഭവിക്കില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുള്ളൂ, നമ്മൾ ഭാരതത്തിൽ നിൽക്കുന്നു, ഇത്രയും നല്ല ഒരു സ്ഥലത്ത്, ഇത്രയും വലിയ പൈതൃകമുള്ള ഒരു സ്ഥലത്ത് ജനിച്ചത് വലിയ ഭാഗ്യം. അതേപോലെ നമുക്ക് ഇത്രയും സംസാരിക്കാൻ കഴിയുന്നതും കണക്ട് ചെയ്യാൻ പറ്റുന്നതും നല്ല സുഹൃത്ത് ബന്ധമുള്ളതും എല്ലാം വലിയ കാര്യം, അനുഗ്രഹം. അപ്പൊ ഈ ഒരു ലെവലിലുള്ള കൂട്ടായ്മ എപ്പോഴും നിൽക്കട്ടെ, എപ്പോഴും അത് നിലനിൽക്കട്ടെ. മാത്രമല്ല ഒരുപാട് പേരിലേക്ക് ഈ നല്ല സന്ദേശം എത്തട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യങ്ങൾ ആശംസിക്കുന്നു. എസ്പെഷ്യലി കമാൽ മുഹമ്മദ് മോത്തി. വെൽ ഡൺ. ഓൾ ദ ബെസ്റ്റ്.